Hi everyone, moving on to the next session of surface areas and volumes. അപ്പോൾ സർഫസ് ഏരിയാസ് ആൻഡ് വോളിയംസിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതാണ് കേട്ടോ. അതിൽ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻസും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഇക്വേഷൻസ് ഫെമിലിയർ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ആ ഒരു ക്ലാസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്ലാസ് കാണുക, ആ ഫോർമുലാസ് പഠിച്ചു വയ്ക്കുക, അതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഫർദർ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക, അതേമാതിരി തന്നെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്, പേടിക്കേണ്ട. ഫോർമുലാസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ് കേട്ടോ, സർഫസ് ഏരിയസ് ആൻഡ് വോളിയൂംസ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളുടെ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് മുന്നത്തെ ക്ലാസ്സിൽ. ഇത് തേർഡ് ക്വസ്റ്റ്യൻ ആണ്. സർഫസ് ഏരിയാസ് ആൻഡ് വോളിയൂംസ് ചാപ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ വായിച്ച് എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന് എടുത്ത് എഴുതി വെക്കുക, എന്താണ് കണ്ടുപിടിക്കാനുള്ളതെന്നുള്ളതും എഴുതി വെക്കുക കേട്ടോ. സോ ദ തേർഡ് ക്വസ്റ്റ്യൻ ഇസ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്ത് വെക്കുക. കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ കോൺ ഇസ് 308 സെന്റിമീറ്റർ സ്ക്വയർ. അതായത് CSA നമുക്ക് 308 ആണ് തന്നിട്ടുണ്ട്. ആൻഡ് ദ സ്ലാൻ ഹൈറ്റ് ഇസ് ഗിവൺ ആസ് 14 സെന്റിമീറ്റർ. സ്ലാൻ ഹൈറ്റ് 14 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് യു ഹാവ് ടു ഫൈൻഡ് ദ റേഡിയസ്, വാല്യൂ ഓഫ് റേഡിയസ് ആൻഡ് TSA. അപ്പോൾ റേഡിയസും TSAയും ആണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാനുള്ളത്, കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നിട്ടുള്ള ഡാറ്റയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ദാറ്റ് ഇസ് CSA. ഓക്കെ, ഫസ്റ്റ് വൺ പൈ ഇൻറ്റു R ഇൻറ്റു L ആണ് ആക്ച്വലി നമുക്ക് എന്തായിട്ട് തന്നിട്ടുള്ളത്, 308 ആയിട്ട് തന്നിട്ടുള്ളത് അല്ലേ. CSA ഓഫ് എ കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പൈ ഇൻറ്റു R ഇൻറ്റു L ആണ്. പൈ 22/7 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ 22/7 ഇൻറ്റു R ഇൻറ്റു L. L എത്രയാണ്, 14 ഇസ് ഈക്വൽ ടു 308. By rearranging 308 into 7 division 22 into 14 is equal to നമുക്ക് എന്ത് കിട്ടുന്നുണ്ടോ, റേഡിയസ് കിട്ടുന്നുണ്ടോ. ഇത് 7 2 പോവും. ഇറ്റ് ഇസ് 154. വീണ്ടും 22 കട്ട് ചെയ്ത് കളയാം. ഇറ്റ് ഇസ് 77 11. ഓക്കെ, സോ റേഡിയസ് 7. മാക്സിമം ഇങ്ങനെ തന്നെ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കുക കേട്ടോ. ഇപ്പോൾ 308 ഇൻറ്റു 7 ചെയ്ത് ഡിവിഷൻ 22 ഇൻറ്റു 14 ഒക്കെ ചെയ്യുമ്പോൾ വലിയ പ്രോസസ്സായിരിക്കും. അതിന് പകരം മാക്സിമം ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് ക്യാൻസൽ ചെയ്ത് എഴുതാനായിട്ട് പഠിക്കുക. സോ R ഇസ് ഈക്വൽ ടു 7 സെൻറ്റിമീറ്റർ. യൂണിറ്റ് എഴുതണം, അത് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ R ഈക്വൽ ടു വെറും 7 എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടുന്നുണ്ടാവില്ല. യൂണിറ്റ് ഒക്കെ സ്പെസിഫൈ ചെയ്താലാണ് നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്, TSA ആണ്. സോ TSAയുടെ ഫോർമുല എന്താണ്, പൈ ഇൻറ്റു R ഇൻറ്റു L പ്ലസ് R ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇറ്റ് ഇസ് 22/7 ഇൻറ്റു 22/7 ഇൻറ്റു 7. L എത്രയാണ്, 14 പ്ലസ് 7. ഓക്കെ, ഇറ്റ് ഇസ് ഇതും ഇതും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ 22 ഇൻറ്റു 14 പ്ലസ് 7 എത്രയാണ്, ഇറ്റ് ഇസ് 21. നിങ്ങളിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ ആസ് 462 സെൻറ്റിമീറ്റർ സ്ക്വയർ. വെരിഫൈ ചെയ്ത് നോക്കി നോക്കുക. 22 ഇൻറ്റു 22 ഇൻറ്റു 21 ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാനേ ഉള്ളൂ. 22 എന്ന് വരുന്നുണ്ടോ, 0 4 4 ഇറ്റ് ഇസ് 462. ഓക്കെ, അപ്പോൾ 462 കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി നോക്കുക. ഇങ്ങനത്തെ ഒക്കെ വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ മാനുവലി ചെയ്യാൻ നോക്കുക. പലരും കാൽക്കുലേറ്ററും അല്ലെങ്കിൽ മൊബൈലിലെ കാൽക്കുലേറ്ററും ഒക്കെ അടിച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. നമുക്ക് എക്സാമിന് അതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ മാനുവലി എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും, പിന്നെ ഫാസ്റ്റായി വന്നോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ദ ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം കേട്ടോ. സോ ദിസ് ഈസ് അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ടെക്സ്റ്റ് ഉള്ളവർ കയ്യിലെടുത്ത് വെക്കണം. നമ്മൾ ഫുൾ ക്വസ്റ്റ്യൻ ഇവിടെ എഴുതുന്നില്ല കേട്ടോ. കോണിക്കൽ ടെൻറ്റ് 10 മീറ്റർ ഹൈ. അപ്പോൾ ഹൈറ്റ് 10 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. റേഡിയസ് 24 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. തന്നിട്ടുള്ള ഡാറ്റാസ് ഒക്കെ എടുത്ത് എഴുതി വെക്കുക. സോറി, R ഇസ് ഈക്വൽ ടു 24 മീറ്റർ എന്ന് എഴുതുക. യൂണിറ്റ് കറക്റ്റ് അല്ലെന്ന് വെരിഫൈ ചെയ്യണം കേട്ടോ. 1 മീറ്റർ 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഒരു യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ആൻസറിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്ലാൻ ഹൈറ്റ് കണ്ടുപിടിക്കാനാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ കോസ്റ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്ലാൻ ഹൈറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. L ഇസ് ഈക്വൽ ടു √R² പ്ലസ് H² ആണ്. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 24ൻ്റെ സ്ക്വയർ പ്ലസ് 10ൻ്റെ സ്ക്വയർ. 24 സ്ക്വയർ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. പ്ലസ് 10 24 സ്ക്വയർ ഇറ്റ് ഇസ് 570
576 ആണ് 24ന്റെ സ്ക്വയർ പ്ലസ് 10ന്റെ സ്ക്വയർ 100 ആണ്, ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു 676. 676ന്റെ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ദ വാല്യൂ ആസ് 26 മീറ്റർ. ഓക്കെ, 26 മീറ്റർ ആണ് ആൻസർ വരുന്നുണ്ടാവുക. അപ്പോൾ 24ന്റെ സ്ക്വയർ ഒക്കെ 576 ആണ്, അല്ലെങ്കിൽ 40ന്റെ സ്ക്വയർ 196 ആണെന്നുള്ളതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കാൽക്കുലേഷൻസ് ഒന്നും ഇല്ലാണ്ട് മെന്റലി നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. റൂട്ട് 676 26 മീറ്റർ ആണെന്നുള്ള കുറച്ച് റൂട്ടും കുറച്ച് സ്ക്വയേഴ്സ് ഒക്കെ ഒന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാൽക്കുലേഷൻസ് ഒക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ നമ്മളുടെ ഫസ്റ്റ് സബ് ഡിവിഷൻ കഴിഞ്ഞു. സെക്കൻഡ് സബ് ഡിവിഷൻ എന്താണ്? കോസ്റ്റ് ഓഫ് ക്യാൻവാസ്. അതായത് നമുക്കറിയാം ഈ ടെന്റ് ഒക്കെ കെട്ടുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ടാർപോളിൻ ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതാണ് പറഞ്ഞിട്ടുള്ളത്, കോസ്റ്റ് ഓഫ് ക്യാൻവാസ് റിക്വയർഡ് ടു മേക്ക് ദ ടെന്റ് ഇഫ് കോസ്റ്റ് ഓഫ് 1 മീറ്റർ സ്ക്വയർ. 1 മീറ്റർ സ്ക്വയറിന് 70 രൂപയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ടെന്റ് കെട്ടുമ്പോൾ ഇങ്ങനെയാണ് കെട്ടുക അല്ലെ? ഒരു കോൺ രീതിയിൽ കെട്ടുക. താഴെ ബേസ് എന്ത് തന്നെയായിരിക്കും? മഡ് തന്നെയായിരിക്കും അല്ലെ? അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് CSA ആണ്, പുറത്ത് ഏരിയ. അപ്പോൾ ഈ ഒരു കോസ്റ്റ് ഓഫ് ക്യാൻവാസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളുടെ കോണിന്റെ CSA ആണ് കണ്ടുപിടിക്കേണ്ടത്. ബിക്കോസ് താഴ്ഭാഗം നമ്മളൊന്നും വെച്ച് കവർ ചെയ്യുന്നില്ല. സോ സെക്കൻഡ് സബ് ഡിവിഷനിൽ CSA ഓഫ് എ കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് പൈ ഇൻറ്റു R ഇൻറ്റു L ആണ് അല്ലേ? Therefore കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മീറ്റർ സ്ക്വയറിന് 70 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും മീറ്റർ സ്ക്വയറിന് ഇപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പെർട്ടിക്കുലർ മീറ്റർ സ്ക്വയർ കിട്ടും. അതേ ഇൻറ്റു നമ്മൾ എന്ത് ചെയ്താൽ മതി? 70 കിട്ടിയാൽ മതി അല്ലേ? 1 മീറ്റർ സ്ക്വയറിന് 70 ആണെങ്കിൽ ഇത്രയും മീറ്റർ സ്ക്വയറിന് എത്രയായിരിക്കും? അതേ ഇൻറ്റു 70. ഓക്കെ, ഇപ്പൊ CSA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ RL മീറ്റർ സ്ക്വയർ ആണ്. സോ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ ഇൻറ്റു R ഇൻറ്റു 70 ആണ്. ഓക്കെ, അപ്പൊ നമ്മളിത് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇപ്പൊ CSA കണ്ടുപിടിക്കുന്നു. CSA ഇൻറ്റു എന്ത് ചെയ്യുന്നു? 70 ചെയ്യുന്നു. ബിക്കോസ് 1 മീറ്റർ സ്ക്വയറിന് 70 റുപ്പീസ് ആണെന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 22/7 ഇൻറ്റു R 24 ആണ്. L നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു 26 ആണ് ഇൻറ്റു 70. 70യിൽ കട്ട് ചെയ്ത് കളയാം. 22 ഇൻറ്റു 24 ഇൻറ്റു 26 ഇൻറ്റു 10 ചെയ്യാം. ഇറ്റ് ഈസ് 220 ഇൻറ്റു 24 ഇൻറ്റു 26. ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എത്രയാണ് വാല്യൂ വരുന്നതെന്ന് നോക്കി നോക്കുക. യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ ആസ് 1,37,280. ഇത്രയും റുപ്പീസ് ആണ് നമ്മൾക്ക് ആ ഒരു ടെന്റ് കെട്ടാനുള്ള ക്യാൻവാസിന്റെ കോസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അത് മൂന്നും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ ആസ് 1,37,280. Okay, next moving to next question. Okay, hi everyone, welcome back to Wisdom Academy classes. So we are moving on to the next class of surface areas and volumes. അപ്പോൾ surface areas and volumes ന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതാണ് കേട്ടോ. ആ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മൾ ഏതൊക്കെ ഷേപ്സിൻ്റെ എന്തൊക്കെ ഫോർമുലാസ് ആണ് പഠിക്കേണ്ടതെന്നാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആരെങ്കിലും ആ ഒരു ക്ലാസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം ബാക്കിയുള്ള ക്ലാസ് കാണുക. ബിക്കോസ് ഫോർമുലാസ് അറിയാണ്ടിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രോബ്ലംസ് അറ്റൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഫോർമുലാസ് അറിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ എളുപ്പമായിട്ട് എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കാവുന്നതാണല്ലോ. പിന്നെ സാധാരണ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോൾ ഫോർമുലാസ് എല്ലാവരും നന്നായി തന്നെ എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. സോ ദിസ് ഈസ് ഫസ്റ്റ് എക്സസൈസിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ NCERT ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അതെടുത്ത് അടുത്ത് വെക്കുക. What length of tarpaulin 3 meter wide will be required to make a conical tent of height 8 meter and base radius 6 meter? Assume that the extra length of material that will be required for stitching the margins and wastage in cutting is approximately 20 centimeter. അതായത് ഒരു കോണിക്കൽ ടെന്റ് ഉണ്ടാക്കുകയാണ്. കോണിക്കൽ ടെന്റിന്റെ ഡൈമെൻഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. H 8 മീറ്റർ ആണ്, R 6 മീറ്റർ ആണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ടെന്റ് ഉണ്ടാക്കാനുള്ള ടാർപോളിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിവിടെ ഡയറക്റ്റ് ലെങ്ത് തന്നിട്ടില്ല, അതിന് പകരം നമുക്ക് വിഡ്ത്ത് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ വിഡ്ത്തിൽ വെച്ചിട്ട് നമ്മൾ എങ്ങനെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് ആദ്യം അറിയണം. ആൻഡ് ഓൾസോ ദേ ഹാവ് ഗിവൺ ദാറ്റ്
ഇനിയിപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ടാർപോളി നമ്മൾ വലിച്ചു കെട്ടുമ്പോൾ എന്തെങ്കിലും ഒരു കീറലോ കാര്യങ്ങളോ വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യണം, അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സോ അതിനുള്ള എക്സ്ട്രാ ലെങ്ത് ആണ് എന്ത് പറഞ്ഞിട്ടുള്ളത്, 20 സെന്റിമീറ്റർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ആൾസോ വി ഹാവ് ഗിവൻ ദാറ്റ് പൈ ഷുഡ് ബി ടേക്കൺ ആസ് 3.14. പൈ 3.14 എടുക്കാനും പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് അറിയാം, ഒരു കോണിക്കൽ ടെന്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്താണ് ടാർപോളിൻ വിരിക്കുക അല്ലെ. ബേസിൽ നമ്മളുടെ സാൻഡ് അല്ലെങ്കിൽ മഡ് തന്നെ ആയിരിക്കും. ദാറ്റ് ഈസ് നമുക്ക് ഇവിടെ CSA ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സോ CSA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, CSA ഓഫ് എ കോൺ ഇസ് പൈ RL അല്ലെ. പൈ RL ആണ് എന്ത്, CSA ഓഫ് കോൺ. ദാറ്റ് ഈസ് 3.14 ഇൻറ്റു R ഇൻറ്റു 6 ഇൻറ്റു L. L നമുക്ക് തന്നിട്ടില്ല, സ്ലാൻഡ് ഹൈറ്റ് നമുക്ക് ഡയറക്ട്ലി തന്നിട്ടില്ല. സോ വി ആർ ഗോയിങ് ടു ഫൈൻഡ് L ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് H സ്ക്വയർ. ദാറ്റ് ഈസ് ദിസ് ഇസ് എൻ ഇക്വേഷൻ. ഇതൊരു ഇക്വേഷൻ ആണ് കേട്ടോ. ഇക്വേഷൻ ചിലപ്പോൾ MCQയിൽ അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്, സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് എന്ന് ചോദിച്ചിട്ട്. R സ്ക്വയർ ഇറ്റ് ഇസ് 36 ആൻഡ് H സ്ക്വയർ 8ന്റെ സ്ക്വയർ എത്രയാണ്, 64. 64 plus 36 it is 100 or it is root 100, that is 10 meter. Root 100 എത്രയാണ്, 10 meter ആണ്. So we have got that L is equal to 10 meter. That is 3.14 into 60. അപ്പോൾ ഇത് എത്രയാണെന്നുള്ള വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യാം. 3.14 into 60 ചെയ്യുമ്പോൾ 3.14 into 6 ചെയ്താൽ മതി. That is 2, 8, 6 3s are 8. ഇനി എന്ത് ചെയ്യണം, ഒരു 0 നമ്മൾ ഇട്ടിട്ടില്ല, ഇട്ട് കൊടുക്കുക. 2 ഡെസിമൽ വാല്യൂ അല്ലയോ, 2 ഡെസിമൽ വാല്യൂ ആണ്. 2 ഡെസിമൽ വാല്യൂ ഇടുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ ആസ് 188.4 മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ കാൽക്കുലേഷൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, വർക്കിംഗ് കോളത്തിൽ വേണം ചെയ്യാനായിട്ട്. L കാൽക്കുലേറ്റ് ചെയ്യുന്നത് മെയിൻ ഷീറ്റിൽ തന്നെ ചെയ്യാം കേട്ടോ. കാരണം L കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് നമുക്ക് മാർക്ക് ഉണ്ട്. ആ L കാൽക്കുലേറ്റ് ചെയ്യുന്നത് മെയിൻ ഷീറ്റിൽ വേണം ചെയ്യാനായിട്ട്. ബാക്കിയുള്ള റഫ് വർക്ക്സും കാര്യങ്ങളൊക്കെ നിങ്ങളൊരു വർക്കിംഗ് കോളം വരച്ച് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ലെങ്ത്തിന്റെ യൂണിറ്റ് എന്താണ്, മീറ്റർ ആണ് അല്ലെ. ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മീറ്റർ ആണ്. സോ ലെങ്ത് മീറ്ററിലാണ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഏരിയനെ വിട്ട് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏരിയയുടെ യൂണിറ്റ് എന്താണ്, മീറ്റർ സ്ക്വയർ ആണ് അല്ലെ. ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയറും വിത്തിന്റെ യൂണിറ്റ് മീറ്ററും ആണ് എന്നുണ്ടെങ്കിൽ മീറ്റർ സ്ക്വയർ ബൈ മീറ്റർ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക, മീറ്റർ തന്നെയാണ് കിട്ടുക. ദാറ്റ് ഈസ് ഇഫ് വി ആർ ഡിവൈഡിങ് ഏരിയ വിത്ത് വിത്ത്, ഏരിയനെ വിത്ത് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ലെങ്ത്. അതായത് ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ വിത്ത് തന്നിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് 188.4 ഡിവിഷൻ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ 3 6 2.8 62.8 ആണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നുണ്ടാവുക, ലെങ്ത് കിട്ടുന്നുണ്ടാവുക. ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ അറിയാത്തവർ നിങ്ങൾ എന്ത് ചെയ്യാം, മാനുവലി അവിടെ എടുത്ത് എഴുതി ചെയ്യാം കേട്ടോ. 3 into 6 ആണ് എന്ത് വരുന്നത്, 18 വരുന്നത്. 8ന്റെ കൂടെ 3 എത്ര, 2 ടൈംസ് ആണ് പോവുക. അങ്ങനെയാണ് ഇവിടെ 2 കിട്ടിയത്. ബാക്കി പെൻഡിങ് എത്ര വരുന്നുണ്ട് ഇവിടെ, 2 വരുന്നുണ്ട് അല്ലേ. 8ലേക്ക് 6 ആവാൻ 2 ടൈംസ് ആണ്. ആ 2 ഇവിടെ വരുന്നുണ്ട്. 24 3ൽ എത്ര പ്രാവശ്യം പോവും, 8 ടൈംസ് പോവും. അങ്ങനെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സോ ആക്ച്വൽ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആക്ച്വൽ ലെങ്ത് ഇസ് ഈക്വൽ ടു ഈ ഒരു ലെങ്ത്തിന്റെ കൂടെ എക്സ്ട്രാ വേസ്റ്റേജ് ലെങ്ത്, അതായത് ഇൻ കേസ് എന്തെങ്കിലും വേറെ ടിയർ വരികയാണെങ്കിൽ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ള ലെങ്ത്തും കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് 20 സെന്റിമീറ്റർ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സെന്റിമീറ്റർ നമുക്ക് ഒരിക്കലും മീറ്ററിന്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റില്ല. സോ യു ഹാവ് ടു കൺവേർട്ട് ദിസ് സെന്റിമീറ്റർ ഇൻ ടു മീറ്റർ. ദാറ്റ് ഈസ് 20/100. ദാറ്റ് ഈസ് 62.8 പ്ലസ് 0.2. അതായത് നമ്മൾ ആ ഒരു സെന്റിമീറ്ററും മീറ്ററും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ആൻസർ എന്തി പോവും, തെറ്റിപ്പോവും. അപ്പം നിങ്ങൾ ഇവിടെ ഡയറക്റ്റ് 20 ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആൻസർ 82.8 ആയിരിക്കും. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല, ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം, യൂണിറ്റ്സ് ഒക്കെ നോക്കി ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഇതേ മോഡൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇത് കുറച്ച് വാല്യൂസ് മാറ്റി ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നന്നായി തന്നെ പഠിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് 6th ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. സോ ദിസ് ഈസ് അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം വായിച്ച് നോക്കി നോക്കാം. ടെക്സ്റ്റ് എല്ലാവരും കയ്യിലെടുത്ത് വെക്കാം കേട്ടോ.
The slant height and base diameter of a conical tomb are 25 meter and 40 meter respectively. Slant height ഉം diameter ആണ് തന്നിട്ടുള്ളത്. So L is 25 meter and the diameter is 40 meter. Find the cost of whitewashing its curved surface area. Okay, അപ്പോൾ curved surface area ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. At the rate of 210 per 100 meter square എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Okay, അപ്പോൾ നമുക്ക് CSA കാൽക്കുലേറ്റ് ചെയ്യണം. CSA കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അത് വൈറ്റ് വാഷ് ചെയ്യേണ്ട കോസ്റ്റും കണ്ടുപിടിക്കണം. അതാണ് നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് കേട്ടോ. സോ വി ഹാവ് CSA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് പൈ ഇൻറ്റു ആർ ഇൻറ്റു എൽ. ഇക്വേഷൻസ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇവിടെ പൈ 3.14 ഒന്നും എടുക്കാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ 3.14 എടുക്കാൻ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ദ വാല്യൂ ഓഫ് പൈ ആസ് 22/7. ദാറ്റ് ഈസ് 22/7 ഇൻറ്റു റേഡിയസ് അല്ല നമുക്ക് തന്നിട്ടുള്ളത്, ഡയാമീറ്റർ ആണ് തന്നിട്ടുള്ളത്. സോ ഡയാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റേഡിയസിന്റെ ഡബിൾ അല്ലെ. അപ്പൊ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയാമീറ്ററിന്റെ ഹാഫ് എടുത്താൽ മതി അല്ലെ. D is equal to 2R ആണ്, or R is equal to എന്താണ്? D/2 ആണ്. സോ ഐ ഹാവ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് R as 14/2 ഇൻറ്റു L എത്രയാണ്? 25 ആണ്. കട്ട് ചെയ്ത് കളയുമ്പോൾ ദിസ് ഇസ് 2 ആൻഡ് ദിസ് ഇസ് ഓക്കെ 22 ഇൻറ്റു 25 ആണ് നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവുക? CSA കിട്ടുന്നുണ്ടാവുക. 22 ഇൻറ്റു 25 ചെയ്ത് നോക്കാം. യു വിൽ ബി ഗെറ്റിംഗ് ദ വാല്യൂ ആസ് 25 ഇൻറ്റു 22 5 0 10 2 2 4 5 ഇറ്റ് ഇസ് 550 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? CSA കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ കാൽക്കുലേഷൻസ് ഒക്കെ സ്പീഡിൽ ചെയ്യാൻ തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ CSA 550 മീറ്റർ സ്ക്വയർ കിട്ടി. നമുക്ക് വേണ്ടത് എന്താണ്? ഈ ഒരു CSA പെയിന്റ് ചെയ്യാനുള്ള കോസ്റ്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ ഫോർ ദാറ്റ് we have provided the data that 100 meter square പെയിന്റ് ചെയ്യാൻ 210 രൂപയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 100 meter സ്ക്വയറിന് 210 രൂപയാണെങ്കിൽ therefore cost of painting നമുക്ക് 100 meter square അല്ല വേണ്ടത്, 550 meter square ആണ്. സോ ദാറ്റ് ഇറ്റ് ഈസ് 210 ഡിവിഷൻ 100 ഇൻറ്റു എത്ര വരും? 550 വരും അല്ലേ. ഒരു മീറ്റർ സ്ക്വയറിന് അങ്ങനെയാണെങ്കിൽ 210/100 ആണ്. നമുക്ക് 550 മീറ്റർ സ്ക്വയർ ആണ് വേണ്ടത്. സോ 210/100 ഇൻറ്റു 550. ആൻസർ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 21 ഇൻറ്റു 55. 21 ഇൻറ്റു 55 യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ ആസ് 1155. ദാറ്റ് ഈസ് 1155 റുപ്പീസിനാണ് ഈ ഒരു കോണിക്കൽ ടെന്റ് എന്ത് ചെയ്യുന്നത്? വൈറ്റ് വാഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വൈറ്റ് വാഷിങ്ങിൻ്റെ ടൈപ്പ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നന്നായി തന്നെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു സെക്ഷനുമായിട്ട് എത്താം. ഓക്കെ, ബൈ, താങ്ക് യു.